ലഹരി വിരുദ്ധ ദിന പ്രസംഗം. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി, പ്രിൻസിപ്പൽ, അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായ അവബോധം ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ലഹരിയുടെ വലയത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് ഐക്യരാഷ്ട്രസഭ 1989 മുതൽ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത്. ഓരോ വർഷവും ഓരോ പ്രമേയത്തിലൂടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. 2026 ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ്. ഒരു മാരക രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്ര ലാഭകരമാണ് വരുന്നതിന് മുമ്പ് തടയുക എന്നത്. മികച്ച വിദ്യാഭ്യാസം, മികച്ച അറിവ് എന്നതാണ് ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായുള്ള ഏറ്റവും നല്ല മാർഗം. സംസ്ഥാനത്തെ മയക്കുമരുന്ന് ഉപയോഗവും വിതരണവും ഇല്ലാതാക്കുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന ഏറ്റവും പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നത്. കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ എൻഫോഴ്സ്മെൻറ്റ് ഡ്രൈവിൻ്റെ പേരാണ് ഓപ്പറേഷൻ തണ്ടർ എന്നത്. പൂർണ്ണ ജനപങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പിന്തുണ അത്യാവശ്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നന്നാവേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാകണം. എന്നാൽ മാത്രമേ വരും തലമുറയെ നമുക്ക് സംരക്ഷിക്കാനാകൂ. ലഹരിക്ക് അടിമപ്പെട്ടവരെ കണ്ടെത്തുകയും അവർക്ക് കൃത്യമായ കൗൺസിലിങ്ങും ചികിത്സയും നൽകേണ്ടത് അത്യാവശ്യമാണ്. പണ്ടുകാലങ്ങളിൽ യുവാക്കളിൽ മാത്രം ഒതുങ്ങിയിരുന്നത് ഇന്ന് കുട്ടികളിലേക്കും എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. പല പ്രതിഷേധ സമരങ്ങളും ലഹരിക്കെതിരെ നടക്കുന്നുണ്ടെങ്കിലും ലഹരിയെ പൂർണ്ണതോതിൽ സമൂഹത്തിൽ നിന്ന് മാറ്റുവാൻ ഇതുവരെയും നമുക്ക് സാധിച്ചിട്ടില്ല. ലഹരിയുടെ ഉപയോഗം ശാരീരികവും മാനസികവുമായ വളർച്ചയെ ബാധിക്കുന്നു എന്നത് ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയാണ് ലഹരിക്ക് അടിമപ്പെടാനുള്ള പ്രധാന കാരണം. ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കൽ ലഹരിയുടെ ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു തിരിച്ചുവരവ് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ലഹരിയുടെ രുചി അറിയാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. വ്യത്യസ്ത തരത്തിലുള്ള ലഹരി വിൽപ്പനക്കാർ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ലഹരിക്ക് കീഴ്പ്പെടുത്തുന്നു. പിന്നീട് അവരുടെ പഠനത്തോടും ജീവിതത്തോടുമുള്ള താല്പര്യം കുറയുന്നു. ലഹരിയുടെ ഉപയോഗം കുട്ടികളിൽ പ്രതിരോധശക്തി കുറയ്ക്കുകയും മസ്തിഷ്ക വളർച്ച ഇല്ലാതാക്കുകയും ഓർമ്മക്കുറവിന് കാരണമാകുന്നു. ലഹരിയുടെ ഉപയോഗം ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും നയിക്കും. വർഷം പ്രതി UNODCയുടെ കണക്കുകൾ പ്രകാരം ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നതായി നമുക്ക് കാണാം. മയക്കുമരുന്ന് വിപണനവും ഉപയോഗവും കൈവശം വയ്ക്കലും കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും കൊന്നുകളയാൻ ശേഷിയുണ്ട് ലഹരിക്ക് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ലഹരിയെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കണം. ലഹരി പദാർത്ഥങ്ങൾ നൽകുന്നത് താൽക്കാലികവും കൃത്രിമവുമായ ഒരു സന്തോഷം മാത്രമാണ്. അത് ആസ്വദിക്കുന്ന നിമിഷങ്ങൾക്കപ്പുറം വലിയൊരു ശാരീരികവും മാനസികവുമായ തളർച്ചയിലേക്കാണ് ലഹരി ഉപയോഗിക്കുന്നവർ നീങ്ങുന്നത്. ലഹരിമുക്തമായ ഒരു നല്ല നാളേക്കായി, ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.